നമ്മുടെ വണ്ടിയുടെ നിലവിൽ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ നമ്മൾ അഴിച്ച് മാറണുണ്ട് കേട്ടോ. അത് മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട്, ലൈൻഡർ തീർന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിലെ ബ്രേക്സ് മാറണുണ്ട്. അതേപോലെ ബാക്ക് ഷോക്കിൻ്റെ ബുഷ് കാര്യങ്ങളൊക്കെ നോക്കി, വേറെ കുഴപ്പമില്ല. എൻജിൻ ഹാങ്ങറിൻ്റെ ബുഷും വേറെ കംപ്ലൈൻ്റ് ഇല്ല കേട്ടോ. സാധാരണ നമുക്ക് എൻജിൻ ഹാങ്ങറിൻ്റെ ബുഷൊക്കെ പോകുമ്പോഴാണ് ബാക്ക് ടയർ വെട്ടി തേക്കുന്ന കംപ്ലൈൻറ്റ് വരാം. നിലവിൽ അങ്ങനത്തെ കംപ്ലൈൻറ്റുകളൊന്നും കാണുന്നില്ല കേട്ടോ. പിന്നെ ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ അഴിച്ചു ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്രണ്ട് ബ്രേക്ക് ലൈൻഡർ കുഴപ്പമില്ല, ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ലിങ്കിൻ്റെ ബുഷുകളായാലും വലിയ പ്രശ്നമൊന്നും കാണില്ല. ഒന്ന് അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് കയറ്റാം. നമുക്ക് ഗ്രീസ് ചെയ്ത് കയറ്റിയാൽ മതി, വേറെ പറയത്തക്ക കംപ്ലൈൻറ്റ് ഇല്ല കേട്ടോ. ഇത് ആ ടയറിൻ്റെ പ്രോബ്ലം കൊണ്ടായിരിക്കുള്ളൂ സൈഡ് വെട്ടി തേഞ്ഞാൽ കേട്ടോ. കാരണം ടയർ നമുക്ക് ഈ മോഡൽ ടയർ ഇനി ഇടുമ്പോഴായാലും ഈ മോഡൽ ടയർ ഇടാതിരിക്കുക. കമ്പനി പറയുന്ന മോഡൽ, അതായത് ഇതാണ് ശരിക്കും അതിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ടയറിൻ്റെ ഈ ഡിസൈൻ നോക്കിയിട്ടിടാം. അത് ഏതാ കമ്പനി എന്ന് വെച്ചാൽ നോക്കിയിടാം. അപ്പോളോ MRF TVS ഏതായാലും ആ ഷേപ്പിലുള്ള ആ ഡിസൈനുള്ള ടയർ നോക്കിയിടാം. അതാണ് കുറേ കൂടി നല്ലത്. നിലവിൽ വേറെ ബെയറിങ് സംബന്ധമായിട്ട് വേറെ കംപ്ലൈൻറ്റുകളൊന്നുമില്ല. ഓക്കെ.